നമസ്കാരം. ആക്ടിവിസ്റ്റ് ഷർജിൽ ഇമാമിന് ഡൽഹി ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. ഡൽഹിയിലെ ജാമ്യ മിലിയയിലും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലും പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തിയെന്നാരോപിച്ച് രാജ്യദ്രോഹ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം UPA ചുമത്തിയ കേസുകളിലാണ് ജാമ്യം. അതേസമയം 2020 ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട വലിയ ഗൂഢാലോചന കേസിൽ പ്രതിയായതിനാൽ ഇമാം ജയിലിൽ മോചിതനാകില്ല. ജസ്റ്റിസുമാരായ സുരേഷ് കുമാർ, കൈത്ത് മനോജ് ജെയിൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത്. ഇമാമിനെതിരെ ചുമത്തിയ കുറ്റങ്ങൾക്ക് ശിക്ഷയുടെ പകുതിയും ഇതിനകം അനുഭവിച്ചു എന്ന വസ്തുത കണക്കിലെടുത്താണ് ജാമ്യം നൽകിയത്. രാജ്യദ്രോഹ കേസിൽ ജാമ്യം നിഷേധിച്ച വിചാരണ കോടതി ഉത്തരവിനെതിരെയാണ് ഇമാം ഹൈക്കോടതിയെ സമീപിച്ചത്. 2020 ജനുവരി 16 അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി പരിസരത്ത് നടത്തിയ ഒരു പ്രസംഗത്തിന്റെ പേരിൽ രാജ്യത്തെ 5 സംസ്ഥാനങ്ങളിലെ പോലീസാണ് ഷർജിലിനെതിരെ കേസെടുത്തത്. രാജ്യദ്രോഹം, UPA ഡൽഹി കലാപത്തിന് പിന്നിലെ ഗൂഢാലോചന എന്നിങ്ങനെ നിരവധി വകുപ്പുകളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയത്. ഒരെണ്ണം പോലും തെളിയിക്കപ്പെട്ടിരുന്നില്ല. ആകെയുള്ള 8 കേസുകളിൽ 5 എണ്ണത്തിൽ നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. എന്നാൽ UPA കേസുകളുടെ അടിസ്ഥാനത്തിലാണ് ജയിലിൽ കഴിയേണ്ടി വരുന്നത്. സമാധാനമായ കേസിൽ അറസ്റ്റിലായ ഉമർ ഖാലിദിനെ പോലെ ഷർജിലിന്റെയും ജാമ്യാപേക്ഷ കഴിഞ്ഞ 4 വർഷങ്ങളായി ഡൽഹിയിലെ വിവിധ കോടതികളിൽ വിധിയും കാത്തുകിടക്കുകയായിരുന്നു. UPA 13ാമത്തെ വകുപ്പ് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷയുടെ പകുതിയിലധികവും വിചാരണ തടവുകാരനായി കഴിയുന്ന ഷർജിൽ ഇതിനോടകം അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 46 തവണയാണ് ഡൽഹി ഹൈക്കോടതി ഈ ചെറുപ്പക്കാരന്റെ ജാമ്യാപേക്ഷ ലിസ്റ്റ് ചെയ്തത്. 2020 ജനുവരി 28 അറസ്റ്റ് ചെയ്യപ്പെട്ട ഷർജിലിന്റെ പേരിൽ ആഴ്ചകൾക്കപ്പുറം നടന്ന വടക്കുകിഴക്കൻ ഡൽഹിയിലെ കലാപത്തിന് ഗൂഢാലോചന നടത്തിയെന്ന കേസും രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. അലിഗഡിൽ നടത്തിയ പ്രസംഗം വൈറലാകുന്നതോടെയാണ് ഷർജിൽ നോട്ടപ്പുള്ളിയാകുന്നത്. 2020 ജനുവരി 26 ഉത്തർപ്രദേശ്, ഡൽഹി, അസം, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ എന്നിവിടങ്ങളിൽ ഷർജിലിനെതിരെ 5 FIRകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. 2 ദിവസത്തിനു ശേഷം ജനുവരി 28 അഭിഭാഷകനോടൊപ്പം കീഴടങ്ങാൻ പോകവെയാണ് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് ഏതാനും മാസങ്ങൾക്ക് ശേഷം ഡൽഹി കലാപക്കേസിൽ രജിസ്റ്റർ ചെയ്ത FIRൽ ഉമർ ഖാലിദിനൊപ്പം പ്രതിയുമായി.